ഇപ്പോഴും നമ്മൾ ഈ സംസാരിക്കുമ്പോഴും കേരളത്തിൽ പല സ്ഥലങ്ങളിലും മഴ പെയ്യുകയാണ്. കനത്ത മഴ കാരണം ഒരുപാട് അത്യാഹിതങ്ങളും കെടുതികളും ഒക്കെ തന്നെ ഇപ്പോഴും വാർത്തയാണ്. 4 ദിവസമായി പെയ്യുന്ന മഴയാണ്. വ്യാപക നാശനഷ്ടം പലയിടങ്ങളിലും ഉണ്ടായി. റെഡ് അലർട്ട് നിലനിൽക്കുന്ന കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ പലയിടത്തും ഇന്ന് വെള്ളം കയറി. കാസർഗോഡും കോഴിക്കോടുമായി 2 പേർ മുങ്ങി മരിക്കുകയും ചെയ്തു. ഒരാൾക്കായി തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇടവിട്ട് പെയ്യുന്ന അതിശക്ത മഴയിൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് കനത്ത നാശനഷ്ടം. കുട്ലുവിൽ ഇന്നലെ കാണാതായ ഭവാനിയുടെ മൃതദേഹം കണ്ടെത്തി. വീടിന് സമീപത്തെ തോട്ടിലായിരുന്നു മൃതദേഹം. ചെറുവത്തൂർ കുളങ്ങാട് മലയിൽ വിള്ളൽ രൂപപ്പെട്ടു. നെല്ലിക്കാൽ അംബേദ്കർ ഉന്നതിയിലെ 30 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കൈതക്കാട് ജവാൻ നഗറിൽ മണ്ണിടിഞ്ഞു. കോടോം ബേളൂർ പഞ്ചായത്തിലെ അടുക്കം മൂപ്പിൽ അബ്ദുള്ളയുടെ വീട് കനത്ത മഴയിൽ തകർന്നു. തേജസ്വിനി പുഴ കരകവിഞ്ഞതോടെ നെടുംകണ്ടത്തെ 10 വീടുകളിൽ വെള്ളം കയറി. പ്രദേശത്തെ ചുണ്ണാമ്പ് ഫാക്ടറി പകുതിയോളം മുങ്ങി. ഇതുവരെ ഇങ്ങനെ നമ്മൾ ഒരു 10-15 വർഷം മുമ്പിലാണ് ഇത്ര വലിയ വെള്ളം ഇവിടെ വന്നത്. അതിനുശേഷം ഇപ്പോഴാണ് ഇത്ര വലിയ വെള്ളം ഇവിടെ കയറി. വലിയ നഷ്ടം തന്നെ. നമ്മൾ ഈ പ്രദേശത്തിന് എല്ലാവർക്കും ഭയങ്കര നഷ്ടം തന്നെ. മഞ്ചേശ്വരം മിയാപദവിൽ മണ്ണിടിച്ചിലുണ്ടായി. കണ്ണൂർ, തളിപ്പറമ്പ് നഗരങ്ങളിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കാക്കത്തോട്, മുക്കോല, അള്ളാംകുളം എന്നിവിടങ്ങളിൽ കടകളിൽ വെള്ളം കയറി. കുപ്പത്ത് വീണ്ടും വീടുകളിലേക്ക് വെള്ളവും ചെളിയും ഇരച്ചെത്തി. തളിപ്പറമ്പ് മുയ്യം റോഡിൽ മതിൽ തകർന്ന് ബൈക്ക് യാത്രികന് പരുക്കേറ്റു. കൂനം സ്വദേശി സുനേഷിനാണ് പരുക്കേറ്റത്. വെള്ളം കയറിയതിനെ തുടർന്ന് ചെറുകുന്ന് LP സ്കൂളിന് അവധി നൽകി. കൊട്ടിയൂർ ദർശനത്തിനിടെ ബാവലിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട കോഴിക്കോട് അത്തോളി സ്വദേശി നിഷാന്തിന്റെ മൃതദേഹം കണ്ടെത്തി. പുഴയിൽ കാണാതായ കാഞ്ഞങ്ങാട് സ്വദേശി അഭിജിത്തിനായി തിരച്ചിൽ തുടരുകയാണ്. കോഴിക്കോട് മാവൂരിൽ വീടിന് മുകളിൽ തെങ്ങും പനയും വീണ് 2 പേർക്ക് പരുക്കേറ്റു. തോറക്കാളിൽ ഖദീജ, ഉമ്മത്തി എന്നിവർക്കാണ് പരുക്കേറ്റത്. വളയം മഞ്ചാന്തറ വലിയപറമ്പത്ത് ബാലന്റെ വീട്ടുമുറ്റത്തെ കിണറിടിഞ്ഞു. മലപ്പുറം പൂക്കോടുംപാടം, പായമ്പാടം, തേനാമൂച്ചി കുട്ട്യാലിയുടെ വീട്ടിലെ കിണറിടിഞ്ഞു. ശക്തമായി മഴ പെയ്യുന്നതിനാൽ മലബാർ മേഖലയിലെ മലയോര പാതകളിൽ യാത്രകൾക്ക് നിയന്ത്രണമുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കാസർഗോഡ്. വ്യാപക മഴ കാരണം ഒരുപാട് കനത്ത നാശനഷ്ടങ്ങൾ കേരളത്തിൽ പലയിടങ്ങളിലും ഉണ്ടായി എന്നതാണ് യാഥാർത്ഥ്യം.